അവൈറ്റിസ് ആശ്വാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നതിനെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനായി അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെന്മാറയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ സുരേഷ് ഗോപാലൻ സാറാണ് നമ്മളുടെ കൂടെയുള്ളത്. നമുക്ക് സാറെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. നമസ്കാരം. കാൽമുട്ട് വേദനയ്ക്ക് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകളാണ് ഉള്ളത്? കാൽമുട്ട് വേദനകൾക്ക് പല കാരണങ്ങളും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ എല്ലു തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ്, വാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അണുബാധ, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ കാണുന്ന കാരണമാണ് തേയ്മാനം, എല്ലു തേയ്മാനം, ഓസ്റ്റിയോആർത്രൈറ്റിസ്. സോ ഇതിന് ചികിത്സാ രീതി നമ്മൾ നോക്കുന്നത് ആ സിംറ്റംസ് ആൻഡ് സിവിയറിറ്റി അനുസരിച്ചിട്ടാണ്. മൈൽഡ് ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണെങ്കിൽ യൂഷ്വലി നമുക്ക് മെഡിസിൻസ്, പിന്നെ എക്സസൈസ്, പിന്നെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിനോട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഫോർ എക്സാമ്പിൾ താഴെ ഇരിക്കരുത്, മുട്ട് കുത്തരുത്, ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ഫിസിയോതെറപ്പിയിൽ കുറച്ച് എക്സസൈസസ് കാണിച്ചു കൊടുക്കും, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്. അതെല്ലാം റെഗുലറായിട്ട് ചെയ്യണം. ഇതാണ് ഇനീഷ്യൽ ഏർലി ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണെങ്കിൽ അതിൽ മറ്റേ നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ എല്ലിൻ്റെ കവറിങ് ഉണ്ടാവും, ആർട്ടിക്കുലർ കാർട്ടിലേജ്. അത് കംപ്ലീറ്റ്ലി തേഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് നടക്കുമ്പോൾ അവർ എല്ല് തമ്മിൽ ഇങ്ങനെ ഉരസുന്നത് കൊണ്ട് വേദന ഉണ്ടാവും, സിവിയർ പെയിൻ ഉണ്ടാവും. അങ്ങനെ സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് മിക്കവാറും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ആയിരിക്കും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്. അപ്പോൾ എന്താണ് കാരണം കണ്ടുപിടിച്ചതിന് ശേഷം അതനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ ഓർ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. സോ ഇതിൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആയിരിക്കുമോ ഫലപ്രദമായിട്ടുണ്ടാവുക, ഓർ മെഡിസിൻ കഴിച്ചിട്ടുള്ള രീതികളായിരിക്കുമോ? ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി. ഏർലി സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് പിന്നെ ഫിസിയോതെറപ്പിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആയിരിക്കും അതിനുള്ള ബെസ്റ്റ് ചോയ്സ്. മെഡിസിൻസ് കൊണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. മുട്ടുവേദന അനുഭവപ്പെടുന്ന എല്ലാ രോഗികൾക്കും TCAR ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസ് എക്സ്റേയിൽ ഇപ്പോൾ സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ചേഞ്ചസ് കാണുന്നു. അതേപോലെ തന്നെ പേഷ്യൻസിനും അത്രയും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ്, അതായത് അസഹനീയമായ വേദന, സിവിയർ പെയിൻ, പിന്നെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തീരെ നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലാണ് പിന്നെ എക്സ്റേയിൽ നല്ല ഡിഫോമിറ്റീസ്, നല്ലോണം എല്ല് തേഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുക. TCAR സർജറി ചെയ്യുന്നതിൽ പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ? സോ അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് ലിമിറ്റ് അല്ല. പക്ഷേ യങ്കർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പേഷ്യൻസിന് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത് യൂഷ്വലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 55 അല്ലെങ്കിൽ 60. ബിക്കോസ് നമ്മളിപ്പോൾ നോർമൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു നീ ജോയിൻറ്റിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ യങ്കർ ഏജ് പേഷ്യൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് പേഷ്യൻസിൽ അത് ചെയ്താൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനോട് നോർമലി കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ പറയുന്നത്. പക്ഷേ പേഷ്യൻസിന് സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷേ നോർമലി 55-60 ഇയേഴ്സിന് ശേഷമാണ് ചെയ്യുക. മാക്സിമം ഏജ് ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻസ് ജനറൽ കണ്ടീഷൻ. പേഷ്യൻസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് അങ്ങനെയെല്ലാം കൺട്രോൾഡ് ആയിട്ട് പേഷ്യൻസിനൊരു അനസ്തെറ്റിക് ഫിറ്റ്നസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് ഏജ് ലിമിറ്റിൽ വേണമെങ്കിലും ചെയ്യാം. ഡയബറ്റിക് പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന് സർജറി ചെയ്യുമ്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ? സോ ഡയബറ്റീസ് റിസ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറച്ച് കൂടുതലാണ്. സോ നോർമലി നമ്മളിപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻഫെക്ഷൻ റിസ്ക് ലെസ് ദാൻ 1% എന്നാണ് പറയാം. പക്ഷേ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് അതിൻ്റെ ആ ഇൻഫെക്ഷൻ റിസ്ക് കൂടും. ഇപ്പോൾ 5% അല്ലെങ്കിൽ അപ് ടു 10% വരയ്ക്കും റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അനസ്തെറ്റിസ്റ്റിനെ കാണിച്ചിട്ട്, കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഫിറ്റ്നസ് എടുത്തതിന് ശേഷമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. TCAR സർജറി കഴിഞ്ഞതിന് ശേഷം ഏകദേശം എത്ര ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും പേഷ്യൻസിന്? സോ അത് ഡിപ്പെൻഡ്സ് അഗെയിൻ ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ്. ഓരോ പേഷ്യൻറ്റിന് അത് ഡിപ്പെൻഡ് ചെയ്യും. അത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിനെ എഴുന്നേറ്റ് നടത്തിക്കും. സോ എക്സസൈസ്, ഫിസിയോതെറാപ്പി ചെയ്യാം, പിന്നെ വാക്കറും പിടിച്ച് നടത്തിക്കാം. അപ്പോൾ ആ പേഷ്യൻറ്റ് തന്നെ നടന്ന് അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂമിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക. അതിന് യൂഷ്വലി ഒരു 5 to 7 days ആണ് വേണ്ടി വരും ആഫ്റ്റർ സർജറി. 5 days. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 7 days ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും.
സർജറിക്ക് ശേഷം പെയിൻ പൂർണ്ണമായും റിലീവ് ആവുമോ ഓർ പെയിൻ ഉണ്ടാവുമോ? ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു സിവിയർ പെയിൻ ഉള്ളത് ഡെഫിനറ്റ്ലി കുറയും. പേഷ്യൻസിന് ആ എല്ല് ഉറച്ചുന്നത് കൊണ്ടുള്ള സിവിയർ പെയിൻ കുറയും. ഇനീഷ്യലി സർജറി ചെയ്തതിൻ്റെ, അതായത് നമ്മൾ മസിൽസും എല്ലൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും. ആ പെയിൻ കുറയാനായിട്ട് കുറച്ച് സമയം എടുക്കും. ബട്ട് യൂഷ്വലി നമ്മൾ പറയുന്നത് പേഷ്യൻസിനോട് വിതിൻ 6 weeks പേഷ്യൻസ് നോർമലി വാക്ക് ചെയ്യാൻ പറ്റും, സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ. TCAR സർജറി എത്രത്തോളം സക്സസ് ആവാറുണ്ട്? പേഷ്യൻസ് കംഫർട്ടബിൾ ആയിരിക്കും? സോ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് ഒരു സക്സസ്ഫുൾ സർജറിയാണ്. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പേഷ്യൻസിനൊക്കെ കുറേ അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ സർജറി ചെയ്താൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ വേദന മാറുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പേഷ്യൻസിന് കുറച്ചും കൂടി അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പേഷ്യൻസ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സക്സസ് റേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് റിസൾട്ട്സ് നോക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 90% പേഷ്യൻസ് ആർ സാറ്റിസ്ഫൈഡ് ആഫ്റ്റർ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ്. ബാക്കി 10% എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് പെയിൻ ഉണ്ടാവാം, അങ്ങനെയാണ്. ബട്ട് മേജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ആർ സാറ്റിസ്ഫൈഡ്. എന്തെന്നാൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് ആൻഡ് റെസ്ട്രിക്ഷനൊക്കെ ഉള്ളത് നല്ലോണം കുറയും, പിന്നെ പെയിൻ കുറയും. സോ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻ 90% ഓഫ് ദ പേഷ്യൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇത്രയും നേരം TCAR എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ സുരേഷ് ഗോപാലൻ സാറിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ അതിനുള്ള ആൻസറുമായിട്ട് തിരിച്ചു വരുന്നതാണ്. താങ്ക് യു.